And a very, very good morning. This is the Big Breakfast Club. അർഫാസ് ഇവിടുന്ന് ഹിഡൻ ജെം അന്വേഷിച്ച് പോയിരിക്കുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് ജോയിനിങ് അസ് ഓൺ എയർ. നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ ഷാർജ ടു ദുബായ് ട്രാവൽ ചെയ്യുന്നവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ക്രൈസിസ് ആണ് മിർദിഫ് സിറ്റി സെന്റർ. നമ്മൾ എപ്പോഴും പറയും മിർദിഫിന്റെ അവിടെ ദർ ഇസ് ട്രാഫിക്, മിർദിഫ് ട്രാഫിക്. അപ്പോൾ ആ മിർദിഫ് ക്രൈസിസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളികളുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് മിഡ്രിഫ് ക്രൈസിസ്. അതായത് നമുക്ക് ഒരു പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും, പക്ഷേ വയറ് അത് നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പിടിക്കണം. അല്ലെങ്കിൽ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും കുറച്ചൊന്ന് വയറുള്ളിലേക്ക് പിടിച്ചോട്ടെ. സോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ലൈഫിൽ ക്രൈസിസ് തന്നെയാണ്. അതെ, ഈ പറയുന്നത് പോലെ തന്നെ ആ ക്രൈസിസ് നേരിടുന്ന ആൾക്കാർ അവരെ അഡ്രസ് ചെയ്യുക, അവരൊക്കെ എങ്ങനെയാണ് അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു പുസ്തകം ദ മിഡ്രിഫ് ക്രൈസിസ് എന്നൊരു പുസ്തകം എഴുതണമെങ്കിൽ പ്രോബ്ലി അതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഇതിന്റെ ഒരു മലയാളം വേർഷൻ ഇപ്പം ഷാർജ ബുക്ക് ഫെയറിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. വി ഹാവ് രാജീവ് അംബാജ് ഇൻ കൊച്ചി. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മളെ join ചെയ്യുന്നു. We are live on Facebook. Everybody can see him as well. So, hi, welcome to the show. Thank you. Welcome Rajiv. രാജീവിന്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് ദ മിഡ്രിഫ് ക്രൈസിസ്. ഇത് നമ്മൾക്ക് തന്നപ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഒരു കോപ്പി തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് കോപ്പി. നമ്മൾ എന്തായാലും വായിക്കാം. പക്ഷെ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റ് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് ഈ കോവിഡിന്റെ സമയത്ത് എഴുതിയ പുസ്തകമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ ഒരു മലയാളം പതിപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ലൈക്കിനോ ആൾക്കാർ ഇത് വായിച്ചതിന് ശേഷമുള്ളത്? കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു റെസ്പോൺസ്? റെസ്പോൺസ് ഹാസ് ബീൻ റിയലി വെൽ. എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കവർ അത് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വലിഞ്ഞു പൊട്ടാറായി നിൽക്കുന്ന ബട്ടൺ. നമ്മൾ പറയാറില്ലേ ബട്ടൺ ഇപ്പൊ അടിച്ച് കണ്ണി തെറിക്കും എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക്. ഓക്കെ, അതെ. ദ വേ ഐ ലുക്ക്ഡ് ഇൻടു ദിസ് ബുക്ക് ഇസ് നമ്മളിത് എഴുതുമ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ഒരു റെലവെന്റ് ഇൻഫർമേഷൻ കൊടുക്കണം. പക്ഷേ വളരെ സയന്റിഫിക് ആയ ഒരു സാധാരണക്കാർക്ക്, ഒരു മലയാളിക്ക് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാവുകയും ചെയ്യരുത്. റൈറ്റ്. അപ്പോൾ നമ്മുടെ സാക്ഷരത കേരളത്തിൽ എല്ലാവർക്കും അറിയാം 100% ലിറ്ററസി. എല്ലാ ഡയബറ്റിക് ആയ മലയാളികൾക്കും അറിയാം ഫൈബർ കഴിക്കണം, മധുരം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം. പക്ഷേ എന്നിട്ടും നമ്മുടെ കേരളത്തിലാണ് ഡയബറ്റിക് പ്രിവലൻസ് ഡബിൾ ദി നാഷണൽ ആവറേജ്. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഇസ് നോട്ട് റിയലി ദ പ്രോബ്ലം. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതും എസ്പെഷ്യലി ഒരു സുസ്ഥിരമായ ഒരു സസ്റ്റൈനബിൾ ആയ രീതിയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടോണിലാണ് ഈ ബുക്ക് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതിൽ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് തീം. അതായത് while we talk about fitness, which is all about looking great, feeling and looking sexy inside out, how do you bring a fitness element with health? Especially relevant കാര്യം after COVID we have seen seemingly fit six-pack abs people having these kind of cardiovascular diseases and അങ്ങനത്തെ കാര്യങ്ങൾ. So how do you kind of bring that both together is what we have looked into. Oh nice. Okay, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം we will actually ഈ പുസ്തകത്തിന്റെ ഒരു മലയാളം വേർഷൻ നമ്മൾ ഷാർജ ബുക്ക് ഫെയറിൽ നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് യുവർ ബുക്ക്. ഇത് ഡെഫിനറ്റ്ലി എല്ലാവരും വായിക്കണം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ ദുബായിയുടെ ഒരു ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഒരു മാസത്തിലാണ്. സോ എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഫിറ്റ്നസ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസമെങ്കിലും നമ്മൾ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു തോന്നും, യു ഫീൽ ലൈക്ക് എ ലിറ്റിൽ ഫോമോ നമുക്ക് വരും. അതിനേക്കാൾ ഉപരി ഇപ്പൊ ഡോക്ടർ വന്നപ്പോൾ രാജീവ് വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിറ്റ്നസ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഹെൽത്തി എന്ന് വിചാരിക്കാൻ പാടില്ല. There's a lot of other factors that has to come along, അല്ലേ? That is your core area. അപ്പോൾ അതൊന്ന് പറയൂ. അതായത് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താ ഓർമ്മ വരുന്നത്? Going to a gym, looking like sexy, a fit body, right? Looking younger. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഒരു ഫിറ്റ്നസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഒരു സാധാരണക്കാരന് കാർബ് കുറയ്ക്കുക, മധുരം കുറയ്ക്കുക, പ്രോട്ടീൻ കയറ്റുക, ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക. പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു പൈൽസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെർണിയ ഉള്ള ഒരാൾ ജിമ്മിൽ പോയി ഒരു ഡെഡ് ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ വിൽ ബിക്കം വേഴ്സ്. ഒരു ഡയബറ്റിക് ആയ ഒരാൾക്ക് കാർബ് കുറച്ച് പ്രോട്ടീൻ കയറ്റിനേക്കാൾ മുന്നേ ഒന്ന് യൂറിക് ആസിഡ് ചെക്ക് ചെയ്യണം, ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യണം, കിഡ്നി ഹെൽത്ത് ചെക്ക് ചെയ്യണം, യൂറിനിലെ ആൽബമിൻ ലോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റൈറ്റ്. അപ്പോൾ ഒരു മെഡിക്കൽ റെലവൻസ് അവിടെ വന്നു കഴിഞ്ഞു. സോ ഹൗ ഡു യു ബ്രിങ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് ടുഗെദർ? ആൻഡ് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഒരു 30 വയസ്സ് കഴിഞ്ഞ ശേഷം. ഒരു 20-25 വരെ നമുക്ക് അല്ലെങ്കിൽ ആഭരണം എടുക്കാനും ടെക്നിക്കും കുക്കിംഗ്. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു 40 കഴിഞ്ഞ് അതിനെ പറ്റി ചിന്തിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും 30 കഴിയുമ്പോൾ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. അബ്സല്യൂട്ട്ലി. അതെ. അപ്പോൾ ആ ഒരു റെലവൻസ് ആണ് ഇത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫിറ്റ് ആയ ഒരാൾ റൈറ്റ് ക്യാൻ ബി അൺഹെൽതി, മേ ബി അൺഹെൽതി. പക്ഷെ ഫിറ്റ്നസ് ക്യാൻ ലീഡ് യു ടു ഹെൽത്ത്. ബട്ട് ഫിറ്റ്നസ് ഈക്വൽ ടു ഹെൽത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ചും ഒരു ഹെൽത്തി ആയ ഒരാൾ, എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്, പക്ഷേ എൻ്റെ അടുത്തൊരു 10 പുഷപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഹൗ ഡു യു ബ്രിങ് ബെസ്റ്റ് ഓഫ് ബോത്ത് ടുഗെദർ? ഇനി മൂന്നാമതൊരു കോൺസെപ്റ്റ് ഉണ്ട്, വെൽനെസ്. ഐ മൈറ്റ് ബി ഫിറ്റ്, ഐ മൈറ്റ് ബി ഹെൽത്തി, പക്ഷേ ഐ എം നോട്ട് ഹാപ്പി ഇൻ ലൈഫ്. അപ്പോൾ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് ഇസ് എ ടിക്ക് മാർക്ക്, ബട്ട് വെൽനെസ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇത് മൂന്നും റിലേറ്റഡ് ആണ്.
but they're not the same. One can lead to the other only if അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഇത് മൂന്നും ജോയിൻ ചെയ്യാം എന്ന് നോക്കിയാൽ മാത്രമേ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് രാജീവിനോട്, അതായത് നമ്മളിപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട്സ്, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട് ലൈക്കിനോ ഇന്ന വർക്ക്ഔട്ട്സ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആക്ച്വലി ഇതിനകത്ത് കൊടുക്കുന്നുണ്ടോ? ആബ്സല്യൂട്ട്ലി. അപ്പോൾ നമുക്ക് എന്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്, സോ ഫസ്റ്റ് തിങ് പറയുന്നത് ഡോണ്ട് ഗ്ലോറിഫൈ എനിത്തിങ്. അധികമായാൽ അമൃതും വിഷം. അത് പ്രോട്ടീൻ ആയാലും എക്സസൈസ് ആയാലും. അപ്പോൾ പ്രോട്ടീൻ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, ഹെൽത്തി ആവണം, ആദ്യം പ്രോട്ടീൻ കയറ്റും, റൈറ്റ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യൂറിക് ആസിഡ് ആണെങ്കിൽ പ്രോട്ടീൻ കയറ്റല്ലേ. പിന്നെ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന എനർജിയേക്കാൾ കൂടുതൽ എനർജി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എക്സസ് എനർജി ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി ആസ് ഫാറ്റ്, റൈറ്റ്? അപ്പോൾ അത് പ്രോട്ടീനായാലും ഫാറ്റിനായാലും കാർബിനായാലും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ അത് മോശമാണ്. ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ എടുത്ത് കഴിച്ചാലും തടി വയ്ക്കും, ഫാറ്റ് ലിവറും വരും, അതും. സോ ആൻഡ് ദാറ്റ്സ് വൈ വി ഹാവ് സീൻ എക്സസൈസ് ചെയ്ത് കൂടുതൽ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത് അതെ സാഡ് സ്റ്റോറി അല്ലേ. അപ്പോൾ അത് എത്രത്തോളം എങ്ങനെ സസ്റ്റൈനബിൾ. അപ്പോൾ എന്ത് വി ലിവ് ഇൻ എ വെരി ഇൻഫ്ലമേറ്ററി വേൾഡ് അല്ലേ. ഐ മീൻ സ്റ്റെപ്പ് ഔട്ട്, നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ചിലപ്പോൾ ഇൻ സം വേ ഇൻഫ്ലമേറ്ററി. പക്ഷെ അത് എത്രത്തോളം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും, അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് താനും, റൈറ്റ്? അപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭക്ഷണങ്ങളായാലും എവറിത്തിങ് ഈസ് ഇൻഫ്ലമേറ്ററി. എങ്ങനെ ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാം? അതിന് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ലൈക്ക് സ്റ്റഡിങ് ഫോർ എൻ എക്സാം. യു ഹാവ് എ സിലബസ്, യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് സിലബസ്. അതിന് 98% ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം ദാറ്റ് സിലബസ്. റിമൈനിങ് 2% is out of syllabus. Common sensically worry about the syllabus first, അല്ലേ? So syllabus of becoming healthy and fit എന്നാ പിടിച്ചോ. Module number 1, eat right. Eat right means eat sensibly, eat sustainably, eat scientifically, right? Adendana, I'll come to that. And exercise. But there are 3 different kinds of exercise: cardio, weight training, yoga. And then there's some combination of this. Don't over glorify one as the best. What suits for one may not suit for the other. Very subjective, like edano nammade body ku pattum. And third module is manage stress, sleep well. These 3 modules will cover 98% of becoming healthy. Remaining 2% is probably inji kutti pidinju kudikano. I'm not brushing it off as nonsense. It has its benefits. പക്ഷേ ഈ 3 കാര്യങ്ങൾ in this pecking order ചെയ്യാതെ ഈ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യു ആർ നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ് ഹെൽത്ത്, യു ആർ നോട്ട് ഗോയിങ് ടു ബി ഫിറ്റ്. ഗുഡ്. ആൻഡ് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന കേരള പോലീസിന് വരെയും യു ആർ ആക്ച്വലി ഗിവിംഗ് ദ ഫിറ്റ്നസ് ആൻഡ്. കാരണം പണ്ടൊക്കെ നമ്മൾ പറയാം, ചില സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, പുതുതായിട്ട് ചാർജ് എടുക്കുന്ന SI യോ CI യോ ആദ്യം വന്നിട്ട് എല്ലാവരെയും നിർത്തിയിട്ട് നിങ്ങളുടെ മറ്റേ എത്ര ഓടാൻ, നിങ്ങൾക്ക് 100 മീറ്റർ ഓടാൻ പറ്റുമോ ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഫിറ്റ് ആകുന്നത്. ഇപ്പോഴത്തെ പോലീസ് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ പോലീസുകാരും വളരെ ഫിറ്റ് ആണ്, അവരവരുടെ ഹെൽത്തിനെ പറ്റി ഇല്ല. അത് അവർ ശ്രദ്ധിക്കേണ്ടത് വളരെ, കാരണം ഓടുക ചാടുക ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ പോലീസ് ഓഫീസേഴ്സ് അവർക്കുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർ ഇതിനകത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് രാജീവ്? ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് വിത്ത് കേരള പോലീസ്. അവരുടെ വള്ളംകളി ടീമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ അവരൊപ്പം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ സ്പോർട്സ് ന്യൂട്രീഷനാണ്, റൈറ്റ്? അപ്പോൾ അവിടെ നോക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എൻഡ്യൂറൻസ്, മസ്കുലർ എബിലിറ്റി, കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, അതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡു ദാറ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഹെൽത്ത് അറൗണ്ട് ഇസ് ടേക്കൺ കെയർ, റൈറ്റ്? അപ്പോൾ അതിൽ തന്നെ ഫോർ എക്സാമ്പിൾ അതിലൊരാൾക്ക് പ്രോട്ടീൻ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർട്ടിക്കേരിയ, അതായത് ചൊറിഞ്ഞു വരും, മേത്ത് ചൊറിഞ്ഞു വരും, ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ. കാരണം ഈ വള്ളംകളി മത്സരം നടക്കുന്നതിന് മുമ്പ് ഇവർ ഒരുപാട് കടലയൊക്കെ അതെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 പേര്. അപ്പോൾ അതിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 100 പേരാണ് വള്ളത്തിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് സപ്പോസ് ഓരോരുത്തരും 2 കിലോ ഫാറ്റ് വെച്ച് കുറഞ്ഞു എന്നിരിക്കും. അപ്പോൾ വള്ളം 200 കിലോ ലൈറ്റർ ആണ്, റൈറ്റ്? അപ്പോൾ വിത്ത് ദ എമൗണ്ട് ഓഫ് പവർ ദാറ്റ് യു ഡു a rowing, വള്ളം വിൽ ഗോ ഫാസ്റ്റർ അല്ലേ? എക്സാക്ട്ലി. പക്ഷെ ആ കുറയുന്ന വെയിറ്റ് മസിൽ ആവരുത്. A person should lose weight and feel healthier and stronger. എന്നാൽ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ, റൈറ്റ്? സോ ഹൗ ഡു യു ഡു ദാറ്റ് ഇൻ ദ ഗാർബ് ഓഫ് ഹെൽത്ത്? ഈ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം? അപ്പോൾ അവിടെ ഒരു സ്പോർട്സ് ന്യൂട്രീഷൻ ഹാസ് ടു ബി കമ്പൈൻഡ് വിത്ത് അവർ എക്സസൈസ് ആൻഡ് ഹെൽത്ത് ആസ്പെക്ട് ഓൾസോ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അക്കോർഡിംഗ് ടു യു നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം അബൌട്ട് ഓൾ ദി എന്താ പറയുക നമ്മുടെ ബ്ലഡ് ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ ഓർ വാട്ടെവർ, ഈ പറഞ്ഞ യൂറിക് ആസിഡിന്റെ എല്ലാത്തിന്റെയും ക്രിയാറ്റിൻ, അതിന്റെ എല്ലാത്തിന്റെയും ലെവലും കൺട്രോളും ഒക്കെ നോക്കിയതിന് ശേഷം നമ്മളൊരു പ്രോപ്പർ ഡയറ്റീഷ്യന്റെ അടുത്ത് നിന്ന് നമ്മൾ നമ്മുടെ ഡയറ്റ് നോക്കിയതിന് ശേഷം അതിനോടൊപ്പം നമ്മൾ ഫിറ്റ്നസ് കൂടെ
കൊണ്ടുപോകണം. Funny you said that because people equate losing weight to becoming healthy. And I say the order is the other way around. You don't lose weight and become healthy. You become healthy and hence you lost weight. Exactly. Right. When you become healthy, your metabolic parameters improve. Weight loss is just a byproduct. Correct. Right? And don't even, and another thing, not every overweight person is diabetic. Correct. Not every diabetic person is overweight. Correct. Right? അപ്പോൾ correlation does not imply causation. രണ്ടും റിലേറ്റഡ് ആണ്. എന്ന് വെച്ചിട്ട് തടി കൂടി എല്ലാവരും ഡയബറ്റിക് അല്ല, എന്നാൽ തടി ഇല്ലാത്തവർ ഡയബറ്റിക് ഉണ്ട് താനും. റൈറ്റ്? സോ ഇത് ഇത് ഇത്ര വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. സെൻസിബിളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വൈൽ യു ബിക്കം ഹെൽത്തി, യെസ് ലൂസിങ് വെയിറ്റ് വുഡ് ബി ഗുഡ്, ബട്ട് ഡോണ്ട് ഇക്വേറ്റ് ഇറ്റ് because you can lose weight in a most unhealthiest manner also. തൈറോയിഡ് എസ്പെഷ്യലി സ്ത്രീകൾ, ഹൈപ്പോതൈറോയിഡ് ആൾക്കാർ തടി വെക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള തൈറോയിഡ് കൂടുതൽ മോശമാവും, ആരോഗ്യം പോവും, മുടി കൂടുതൽ കൊഴിയും, കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. അതെ, ഇപ്പം ഡോക്ടർ രാജീവ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എവറി ബോഡി ഈസ് ഡിഫറെൻറ്റ്. ഓരോ ബോഡിക്കും ഓരോ സിലബസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ ബോഡി ആദ്യം അറിയുക, അതിനനുസരിച്ച് കൺസൾട്ട് ചെയ്യുക. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നു, ഒരു ജിം ട്രെയിനറിൻ്റെ അടുത്ത് പോകുന്നു, ഡയറ്റീഷ്യൻ്റെ അടുത്ത് നിന്നുള്ള ഇത് നമ്മൾ എടുക്കുന്നു, ജിമ്മിൽ നിന്നുള്ളതും എടുക്കുന്നു. നമുക്കവിടെ രണ്ട് വ്യക്തികളാണ്, ഈ രണ്ട് വ്യക്തികളെ നിർത്തിക്കൊണ്ടാണ്. പക്ഷേ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു നീഡ് ടു കൺസൾട്ട് സംവൺ ലൈക്ക് യു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോരുത്തരെ കാണാൻ ഇപ്പോൾ ഈ മുറിയിൽ 4 പേരുണ്ട്. 4 പേരെ കാണാൻ എക്സ്റ്റേണലി നമ്മൾ 4 പേരും ഡിഫറെന്റ് ആയതുപോലെ ഇന്റേണലിയും വി 4 വിൽ ബി ഡിഫറെന്റ്. അല്ലേ? ആ സിസ്റ്റം ഇസ് ഡിഫറെന്റ്, എവറിത്തിങ് റണ്ണിങ് ഇൻസൈഡ് അവർ ബോഡി ഇസ് ഡിഫറെന്റ്. അപ്പം ഓരോരുത്തർക്കും ദർ ഇസ് എ ക്യൂറേറ്റഡ് വേ ഓൺ ഹൗ ടു take your fitness forward. അപ്പോൾ ഒരുപക്ഷെ I want to know how did you actually get into all of this? When did you start? ഇത് പഠിച്ചു തുടങ്ങിയത് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണോ? അല്ല, I come from very different background. In fact, I did my engineering. എഞ്ചിനീയേഴ്സ് എന്തും ചെയ്യാന്നാണല്ലോ വെപ്പ്. അപ്പോൾ I worked. അത് കഴിഞ്ഞ ശേഷം സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലേക്ക് വന്നു. Then of course when I have to talk about all these things, I have to get myself educated. So I did my nutrition. I am a certified diabetes educator from National Diabetes Education Council of India. I did a human physiology from Harvard Medical School. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് മാറിയത്. ആൻഡ് ദെൻ ഐ ഹാവ് മൈ ടീം. ഐ ഹാവ് എ കമ്പനി വിച്ച് റൺസ് ബേസ്ഡ് ഔട്ട് ഓഫ് കൊച്ചി. മോസ്റ്റ് ഓഫ് അവർ ക്ലയൻസ് ആർ അക്രോസ് മിഡിൽ ഈസ്റ്റ് ഒക്കെയാണ്. സോ എന്താണ് ഈ നുവോ ചെയ്യുന്ന ബേസിക്? നുവോ മീൻസ് ന്യൂ, വിവോ മീൻസ് ലൈഫ്. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് ന്യൂ ലൈഫ്. ബട്ട് so we basically deal with people having lifestyle disorders, അതായത് diabetes, fatty liver, hypertension. അപ്പോൾ ഇതിനൊക്കെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് wherein becoming healthy is the must have. Looking good is a nice to have, right? But you can have best of both. I'm saying you can have your cake and eat it too. അത് എങ്ങനെ അത് ബ്രിങ് അതിൽ സയൻറ്റിഫിക് സസ്റ്റൈനബിൾ ഇത് സെൻസിബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, between brown bread and white bread, what is generally considered healthy? Yeah, usually people say brown is. പക്ഷേ if I give you an option, brown bread with a jam or a maple syrup, white bread with some sorted vegetables and ഒരു egg sandwich അല്ലെങ്കിൽ ഒരു shredded chicken, second one is better. brown rice എടുത്ത് ഒരു തൈരും മാങ്ങക്കറിയും മാത്രം ഇട്ട് കൂട്ടി കഴിക്കുന്നേക്കാളും വരുന്ന white rice എടുത്ത് ഒരു അവിയലും ചീരത്തോരനും കുറച്ച് മുളപ്പിച്ച പയറും. That is the second, because body is not going to digest rice separately, അവിയൽ separately. This is sensible aspect, right? നമ്മളൊരു മലയാളിയാണ്. I like avocado salad, but I can't eat avocado salad every day. എനിക്ക് എന്റെ പുട്ടും ഇടിയപ്പവും. But do you say that? അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ജനിച്ചു, നമ്മുടെ അവിടുത്തെ ടെറൈനും അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റും നമ്മൾ വളർന്നു വന്നതും നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചതും ഇതും ഒരുപക്ഷെ നമ്മളെ വളർന്നു വരുന്നുള്ള നമ്മുടെ ഡയറ്റും തമ്മിലുള്ള അതിനെന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? ഉണ്ട്, ആബ്സല്യൂട്ട്ലി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം പുറത്തുനിന്നുള്ള വേറൊരു രീതിയിലുള്ള ഭക്ഷണം, കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ my body is not used to it. Even if it is a very very healthy. Even if it is very healthy. അതെ. അപ്പോൾ ഞാൻ അതൊരു ആസ്പെക്ട്. പിന്നെ ഞാൻ ഇത് എൻജോയ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിക്കോസ് സി ഐ എം ഓൾവേസ് എ പ്രൊപ്പോണൻ്റ് ഓഫ് ഡൂയിങ് തിങ്സ് സോ ദാറ്റ് യു ക്യാൻ സസ്റ്റെയിൻ ഇറ്റ്. അതായത് ഒരു 100% ഞാൻ ഫിറ്റ്നസും ഹെൽത്തും നോക്കാൻ വേണ്ടി കറക്റ്റ് ഡയറ്റ് ചെയ്യണു, കറക്റ്റ് എക്സസൈസ് ചെയ്യണു എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2-3 മാസം മിക്ക ആൾക്കാരും ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് എ ബിസി ലൈഫ് ആൻഡ് കരിയർ റണ്ണിങ് ബിഹൈൻഡ് എ റാറ്റ് റേസ് അല്ലേ. അപ്പോൾ I would rather say do 80% of the things right, but do it for another 30-40 years. This will do better. More good for your health than എല്ലാ 100% കറക്റ്റായി ചെയ്യുക എന്നുള്ളത്. This is the mantra of Dubai Fitness Challenge as well. 30 minutes ഇട്ടാൽ മതി. നിങ്ങൾ 30 days 30 minutes ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതൊരു വലിയ ഭാരവും അല്ല. Nobody thinks like they're taking a lot of time out of their busy life or ഒരുപാട് എക്സേർട്ട് ചെയ്യുന്നെന്ന് തോന്നില്ല. 30 minutes മതി. You can run in the backyard with your kid or you can come to the open gym, you can gym, the yoga, whatever. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ടെറൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ എവിടെ ബിലോങ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം കേരളത്തിലുള്ള ആളുടെ ഫുഡിൻ്റെ രീതിയല്ല ഇപ്പോൾ യൂറോപ്പിൽ പോകുന്നത്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ യൂറോപ്യൻ കൺട്രീസിൽ അവർ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മീറ്റാണ് കഴിക്കുന്നത്. ദേ ഈറ്റ് എ ലോട്ട് ഓഫ് പൊട്ടറ്റോസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻസിന് അത് വളരെ അത്യാവശ്യമാണ്. സ്റ്റിൽ ദേ ലുക്ക്
ഹെൽത്തി, അവരൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നമുക്ക് ചോറില്ലാത്ത ഒരു ദിവസത്തിനെ പറ്റി ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തുണ്ട്. പക്ഷെ എന്നിട്ടും അത് കഴിച്ചും നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ ചോറ് കഴിച്ചിട്ട് തടി വെച്ചു, അല്ലെങ്കിൽ ഞാൻ ചോറ് കഴിച്ചിട്ട് ഡയബറ്റിക് ആയി. ഞാൻ ചോദിക്കുന്നത്, ചോറ് കഴിച്ചാലാണ് തടി വെക്കുന്നുണ്ടെങ്കിൽ ദ നോർത്ത് ഓഫ് ഇന്ത്യ ഷുഡ് നെവർ ബി ഡയബറ്റിക് ഓർ ഓവർ വെയ്റ്റ്, റൈറ്റ്? ചോറാണോ പ്രശ്നം അതോ ക്വാണ്ടിറ്റി ഓഫ് ചോറാണോ പ്രശ്നം? അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പൊട്ടേറ്റോ, മാഷ്ഡ് പൊട്ടേറ്റോ ഓർ മീറ്റ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, അതും എത്രത്തോളം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? പിന്നെ അഗെയിൻ ഇറ്റ് ബ്രിങ്സ് ബാക്ക് ടു വാട്ട് യു ക്യാൻ എൻജോയ്. ഇപ്പം ഞാനൊരു പച്ച മലയാളിയാണ്, എനിക്ക് ചോറ് ഒരു ദിവസം വേണം, ചായ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു സർവൈവ്. അപ്പോൾ അത് ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് ഡയറ്റ്. Diet has a negative connotation. It's about constraining, not having a life. I like the word nutrition. Okay. There is a positive tone to that. Yeah. And how do you bring that? You bring that positive tone only if you understand food you eat from a little bit of a science perspective. എന്ന് വെച്ചിട്ട് കുളിപ്പിച്ച് കൊച്ചിനില്ലാണ്ടൊക്കെ പേടിപ്പിക്കാന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, you drive, അല്ലേ? You are not an automobile engineer. Right. You don't know how that engine works, but you still can drive. So for you to become healthy, you don't need nutrition, science or dietetics. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. എനിക്ക് ഒരു ദിവസം എത്ര കാലറീസ് വേണം, അത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് ഫോർ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാനോ പഠിക്കാനോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കോഴിമുട്ട ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് 25 grams ഓഫ് പനീർ. രണ്ടും പ്രോട്ടീൻ ഫാറ്റ് ആണ്. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കാം, ചപ്പാത്തിയും പനീർ കറിയും കഴിക്കാം. റൈറ്റ്? സി ഹൗ ദാറ്റ് ബിക്കം സസ്റ്റൈനബിൾ നൗ. ഇങ്ങനെ സസ്റ്റൈനബിൾ ആയി for sure, മുട്ടയിലുള്ള പ്രോട്ടീനും പനീറിലുള്ള പ്രോട്ടീനും ഡിഫറെൻറ്റ്, ബട്ട് ദാറ്റ്സ് അനാലിസിസ് പാരാലിസിസ്. ആസ് ലോങ് ആസ് യു ഗോ ബാലൻസ്ഡ് വിത്ത് ഡയറ്റ്, ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് ഫൈബർ ആൻഡ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻ, that hardly matters, right? അപ്പോൾ ഇങ്ങനെ സസ്റ്റൈനബിൾ ആയി കഴിഞ്ഞാൽ ഡയറ്റ് ബിക്കംസ് എ ന്യൂട്രീഷൻ പ്ലാൻ. കറക്റ്റ്. ആൻഡ് ഈ പണ്ട് മുതലേ ആളുകളുടെ ഇതുണ്ട്, ഞാൻ ഡയറ്റിലാണ് അതുകൊണ്ട് ചപ്പാത്തിയെ കഴിക്കുന്നുള്ളൂ. ഡയറ്റിലായി കഴിഞ്ഞാൽ അപ്പ ചപ്പാത്തി കഴിക്കണം എന്നാണ് പൊതുവിലുള്ള, ചോറ് നിർത്തുക, ചപ്പാത്തി കഴിക്കുക. പക്ഷെ നമ്മളെല്ലാം കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി ആണ് മാറ്റർ ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാം, അത് ചപ്പാത്തിയിൽ ഗ്ലൂട്ടൻ ഉണ്ട്, ഇതിൽ ഗ്ലൂട്ടൻ ഇല്ല, റൈസ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ലല്ലോ, പണ്ട് മുതലേ അങ്ങനെയാണ്, എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട, കുറച്ച് ചപ്പാത്തി മതി. ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന വാക്കും അതുപോലെ തന്നെ എല്ലാവരിലും ഒരുപാട് ചർച്ച ഗ്ലൂട്ടൻ എടുക്കണോ, അത് എത്ര എടുക്കണം, എടുക്കുന്നത് നല്ലതാണോ? വാട്ട് ഈസ് യുവർ സേ അബൌട്ട് ഇറ്റ്? സി, ചില കേസസിൽ ഗ്ലൂട്ടൻ ക്രിയേറ്റ്സ് പ്രോബ്ലം. ചില ഓട്ടോമ്യൂൺ ഡിസീസസ്, അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അങ്ങനത്തെ ചില കേസസിലൊക്കെ ഗ്ലൂട്ടൻ പ്രശ്നക്കാരനാക്കാറുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ ഇന്ത്യൻസിന്, സൗത്ത് ഏഷ്യൻസിനൊക്കെ ഒരു ഗ്ലൂട്ടൻ റിലേറ്റഡ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്, അത് ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് വരാറുണ്ട്. അപ്പോൾ പക്ഷേ ഇത് എന്തുകൊണ്ട് വന്നു? ഇപ്പോൾ ചപ്പാത്തി ഇപ്പോൾ പ്രശ്നമുള്ള ആൾക്കാർ മുന്നേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു 20 കൊല്ലം മുന്നേ they were okay with it. നോർത്തേൺ ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചപ്പാത്തി 5 നേരം കഴിക്കുന്നത്. So what changed? 20 കൊല്ലം മുന്നേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. But what changed now? What changed was the lifestyle. So it's like fixing the incident or fixing the problem. അപ്പോൾ you have to fix the incident for sure. എന്നാലേ ഇപ്പോഴത്തെ എനിക്ക് ഒരു ഇറിറ്റേഷനും ബവൽ മൂവ്മെന്റ്സ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സോർട്ട് ആവുള്ളൂ. But how do you fix the problem at the root? That mostly will be inflammation because of a bad lifestyle. അവിടെ ഈ നേരത്തെ പറഞ്ഞ 3 modules, eat right, be physically active, sleep well and manage stress, would take care, right? And there are some people who for whom gluten creates a problem. Yes, do that, reduce it. പക്ഷേ most of what we see here is, generally people get into this, if you can't confuse people and sell something, അല്ലേ? അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഐ മീൻ, നമ്മൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു, ഇപ്പോൾ ഈ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെക്ഷൻ ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ എന്ന് കണ്ടു, തിരിച്ച് വായിച്ചു നോക്കുമ്പോൾ അതിലും സോഡിയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാലറി ലേബിൾ, ഹൗ മെനി ഓഫ് us when we go by, especially for elderly and kids, how many of us actually can read that label and make sense? Okay, for another thing, multigrain healthy ആണ് അല്ലേ? പക്ഷേ you can mix up 2 very refined grains and still call it a multigrain. Is it healthy? Absolutely. A whole grain would be a healthier option, അല്ലേ? അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ അല്ലെങ്കിൽ നോ ആഡഡ് ഷുഗർ, തിരിച്ചു നോക്കി കഴിഞ്ഞാൽ സോഡിയം ഹൈ ആയിരിക്കും, റൈറ്റ്? അതപ്പുറത്ത് എഴുതുന്നില്ല, റൈറ്റ്? സോ അഗൈൻ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള all these things I have spoken about in the book. Absolutely. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ The Midriff Crisis. ഇത് ഇംഗ്ലീഷ് പുസ്തകം കഴിഞ്ഞ വർഷമാണ് ഇത് റിലീസ് ചെയ്തത്. ഇതിന്റെ മലയാളം പരിഭാഷ നമ്മുടെ ഷാജ ബുക്ക് ഫെയറിലുണ്ട്. ഇത് മലയാളം എന്ന് വിചാരിക്കേണ്ട, അതായത് മലയാളം ടൈറ്റിൽ സെപ്പറേറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, മിഡ്രിഫ് ക്രൈസിസ് എന്ന് തന്നെയാണ് മലയാളം പുസ്തകത്തിന്റെയും ടൈറ്റിൽ. റൈറ്റ്. സോ ഗോ ഹെഡ്. ഈ പറയുന്നത് പോലെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ എല്ലാം കോറിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മൈൻഡ്, ബോഡി,
സോൾ ഇതെല്ലാം ഒരുമിച്ച് വരണം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us ഓൺ എയർ രാജീവ് അവാർഡ്. ആൻഡ് വി ഹാവ് ഡോക്ടർ മനോജ് ഓൾസോ ഹിയർ. നേരത്തെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം ഇവിടെ ഒരു വീഡിയോഗ്രാഫർ ആയിട്ട്. ഹി വാസ് ഓൾസോ വെരി എക്സൈറ്റഡ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ഇനിയൊരു അവസരത്തിൽ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് us on air. Good luck on your journey. We'll quickly take a look at the exchange rates. Exchange rates with insurancemarket.ae. 1 UAE dirham is 22.62 Indian rupees. Exchange rates with insurancemarket.ae. Hello, this is Alfred from insurancemarket.ae. We are the best place to get car insurance. Call or WhatsApp 800-ALFRED 24/7 or visit insurancemarket.ae. Insurancemarket.ae. ഓഫീസിലെ ദിവാലി സെലിബ്രേഷന് എല്ലാ വർഷം പോലെ നീ തന്നെയായിരിക്കും ബ്യൂട്ടി ക്വീൻ. അതിന്റെ ക്രെഡിറ്റ് ജോഹാൻ.